عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ആത്മീയ ഗുരു ജാമിയ ഹിദായയുടെ സ്ഥാപക ചെയർമാൻ, ജാമിയ ഹിദായയുടെ മസ്ജിദിൻ്റെ മുന്നിൽ അന്ത്യവിശ്രാം കൊള്ളുന്ന നമ്മളൊക്കെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ വലിയ ഉസ്താദ് എന്ന് വിളിക്കപ്പെടുന്ന ഹംസ ഉസ്താദ് അവർകളുടെ അനുസ്മരണ യോഗ സദസ്സിലാണ് നാം ഉള്ളത്. ഈ ജാമിയ ഹിദായ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സദസ്സിന് ഒരു പ്രസക്തിയുമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ വലിയ ഉസ്താദിന്റെ സ്മരണകൾ നന്നായി ഓർത്തെടുക്കുന്ന, ഉസ്താദിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന, ഉസ്താദിന്റെ മദ്ഹുകൾ നന്നായി പാടി പുകഴ്ത്തുന്ന ഈ മണ്ണിൽ ഒരു ദിവസം മാത്രം ഇത്തരത്തിലുള്ളതായ ഒരു അനുസ്മരണ യോഗം നടത്തുന്നതിന് ഒരു പ്രസക്തിയുമില്ല എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്നതായ ബഹുമാന്യരായ ഉസ്താദുമാർ, അവരുടെ വായിൽ നിന്ന് ഉസ്താദിനെ പറ്റി കേൾക്കുവാനുള്ള അങ്ങേയറ്റ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ വളർന്നു വരുന്ന ഈ സ്ഥാപനത്തിലെ കുഞ്ഞുമക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾ, ഭാര്യമാർ, അതുപോലെ കുടുംബാംഗങ്ങൾക്ക് വലിയ ഉസ്താദ് ആരാണെന്നും വലിയ ഉസ്താദിന്റെ മദ്ഹുകൾ, മഹത്വങ്ങൾ ഇങ്ങനെ ഒരു സദസ്സിലൂടെ അറിയിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു സദസ്സ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നാഫിഉൽ ഹിദായ അസോസിയേഷൻ ബഹുമാന്യനായ പാലുവള്ളി ഉസ്താദിന്റെ അടുക്കലേക്ക് എത്തി. ഉസ്താദെ, ഞങ്ങൾക്ക് വലിയ ഉസ്താദിന്റെ ബഹുമാന്യനായ ശൈഖ് ഉസ്താദ് അവർകൾ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പോയണം. വലിയ ഉസ്താദിന്റെ ആണ്ട് നടത്തുന്നതിന് വേണ്ടി, അനുസ്മരണ പരിപാടി നടത്തുന്നതിന് വേണ്ടി അസോസിയേഷന് അനുവാദം നൽകണമെന്നുള്ള അഭ്യർത്ഥനയുമായി ഞങ്ങൾ പാലുവള്ളി ഉസ്താദിന്റെ അടുക്കലെത്തി. അന്നേരം ഉസ്താദ് അവർകൾ പറഞ്ഞു, ഈ സ്ഥാപനത്തിന് ഒരു ചെയർമാനുണ്ട്, കുറ്റിച്ചൽ ഉസ്താദാണ് ചെയർമാൻ. ഉസ്താദിന്റെ അടുക്കൽ പോയി നിങ്ങൾ സംസാരിക്കുക, കമ്മിറ്റി അനുവദിക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനുള്ള അനുമതി നൽകാമെന്ന് ഏൽക്കുകയും അങ്ങനെ കുറ്റിച്ചൽ ഉസ്താദുമായി സംസാരിച്ച് ഉസ്താദ് പൂർണ്ണ താല്പര്യത്തോടെ അതിനുള്ള അനുമതി നമുക്ക് നൽകി. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അന്നു മുതൽ ഇന്നുവരെയും വലിയ ഉസ്താദിന്റെ ആണ്ടനുസ്മരണ പരിപാടി നടത്തുന്നത് നാഫിഉൽ ഹിദായ അസോസിയേഷനാണ്. അതിന് വളരെയധികം സന്തോഷം അസോസിയേഷൻ അംഗങ്ങൾക്കുണ്ട്. ഈ പ്രാവശ്യവും ഇത്തരത്തിലുള്ളതായ ഒരു പരിപാടി നടത്തണമെന്ന് പാലുവള്ളി ഉസ്താദിന്റെ അടുക്കൽ എത്തി. അപ്പോഴും ഉസ്താദ് പറഞ്ഞു, ഇതിന് ട്രസ്റ്റ് ഉണ്ട്, ട്രസ്റ്റ് അംഗങ്ങളുടെ അടുക്കലേക്ക്, പ്രത്യേകിച്ച് ചെയർമാന്റെ അടുക്കലേക്ക് പോകണമെന്നും അദ്ദേഹത്തോട് സംസാരിക്കണമെന്നും അദ്ദേഹത്തിന്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുമതി കിട്ടിയത് പ്രകാരമാണ് ഇത്തരത്തിലൊരു സദസ്സ് നടത്തുന്നതിന് വേണ്ടി നാഫിഉൽ ഹിദായ അസോസിയേഷൻ അംഗങ്ങൾ മുമ്പോട്ട് വന്നത്. പ്രിയമുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട്, എന്താണ് നാഫിഉൽ ഹിദായ അസോസിയേഷൻ? നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ്. അത് യതീംഖാനയിൽ പഠിച്ച കുട്ടികളുണ്ട്, നമ്മുടെ ദറസിൽ പഠിച്ച കുട്ടികളുണ്ട്. ഈ സ്ഥാപനത്തിൽ ഒരു ദിവസമെങ്കിലും വന്നുകൊണ്ട് പഠനം നടത്തിയിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെയും നാഫിഉൽ ഹിദായ അസോസിയേഷന്റെ അംഗങ്ങളാണ്. നാഫിഉൽ അസോസിയേഷൻ ഇത് പിറവിയെടുത്ത കാലം മുതൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അധികവും രഹസ്യമായിട്ടാണ്.
നമ്മുടെ അസോസിയേഷനുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരികയാണെങ്കിൽ അതറിയുമ്പോൾ തന്നെ അസോസിയേഷൻ അവിടെ എത്താറുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പല വഴികളും, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായമാണ് എങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ, മരണമടക്കമുള്ളതായ കാര്യങ്ങളാണെങ്കിൽ ആ മരണം വീട്ടിൽ പോവുകയും അതിനുശേഷമുള്ള മരണാനന്ത ക്രിയകൾ ചെയ്യുന്നതിനുള്ള നേതൃത്വം, അങ്ങനെ തുടങ്ങി വിവാഹ കർമ്മമാണെങ്കിൽ അതിനുള്ളതായ മറ്റ് സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ട് എപ്പോഴും ഈ അസോസിയേഷൻ അംഗങ്ങൾ അല്ലെങ്കിൽ അസോസിയേഷൻ ഇതിൻ്റെ പിന്നിലുള്ള ഇതിൻ്റെ അംഗങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും കൂടാറുണ്ട്. ഈ അസോസിയേഷന് സ്ഥായിയായ ഒരു വരുമാനമോ മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്, ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ആ വോയിസുകൾ, മെസ്സേജുകൾ കണ്ട് കേട്ടുകൊണ്ട് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന സുഹൃത്തുക്കൾ രംഗത്തേക്ക് വന്ന് അവരുടെ കൈകളിൽ നിന്ന്, അവരുടെ സമ്പത്തിൽ നിന്ന് 500-ആയി, 1000-മായി, 2000-മായി തന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കാറുണ്ട്. ഒരു വർഷത്തിൽ ചുരുങ്ങിയത് 3 ലക്ഷത്തിൽ അധികം വരുന്ന പ്രവർത്തനങ്ങൾ, പൈസയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. ഞങ്ങൾപ്പെട്ട ആരുടെയെങ്കിലും ഒരു സുഹൃത്തിന് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കല്യാണം വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും രോഗമായി കിടന്നു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ പോകുകയും വേണ്ടി വന്നാൽ സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അവരോടൊപ്പം ചേരാറുണ്ട്. ഇത് നമ്മുടെ മാത്രം ഒരു പ്രത്യേകത എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ളതായ വെറും ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, കുറഞ്ഞത് അത് ചില ഘട്ടങ്ങളിൽ 5 ലക്ഷം വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. ഈ വർഷം അങ്ങനെ നല്ലൊരു പ്രവർത്തനം ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്, ഈ നാഫിഹുൽ അസോസിയേഷന്റെ അംഗങ്ങളാണ്. ഞങ്ങളുടെ ഇടയിൽ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ എന്തെങ്കിലും ഒരാവശ്യം വന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുക നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ അസോസിയേറ്റ് അംഗങ്ങൾ ഗൾഫ് നാടുകളിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇന്ന് നമ്മുടെ ഈ പരിപാടി അവർ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്തരത്തിലുള്ളതായ ഒരു സദസ്സ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, മറ്റ് എല്ലാ സൗകര്യങ്ങളും അതിനു വേണ്ടിയുള്ളതായ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അസോസിയേഷനാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോടും നാട്ടുകാരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ ഈ അസോസിയേഷന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി, നമ്മുടെ ഈ കെട്ടുറപ്പും അതുപോലെ തന്നെ കൂട്ടായ്മയും അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളും ഒരു ചാഞ്ചട്ടവും കൂടാതെ ഒരു തരത്തിലുള്ളതായ അനൈക്യങ്ങളും ഉണ്ടാകാതെ നന്നായ രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളുടെ ഭാഗത്തുള്ള പ്രാർത്ഥന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നോടൊപ്പം ഈ അസോസിയേഷനോടൊപ്പം എല്ലാ അംഗങ്ങളും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ സദസ്സിലേക്ക് എത്തിയവർക്ക് സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതായ ഈ ശ്രോതാക്കളായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ മറ്റ് നാട്ടുകാരായ എല്ലാവരെയും ആരംഭത്തിൽ തന്നെ ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിശിഷ്ട വ്യക്തികളിലേക്ക് ഞാൻ തിരിയുകയാണ്. ഈ സദസ്സിൻ്റെ അധ്യക്ഷ പീഠം അലങ്കരിക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് ജാമിയ ഹിദായ ഇസ്ലാമിയുടെ ചെയർമാൻ കുറ്റിച്ചൽ ഇസ്മായിൽ ഉസ്താദ് അവർകളെയാണ്. അദ്ദേഹത്തെ വിളിച്ച് ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം വരാമെന്ന് ഏറ്റു. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ശാരീരികമായുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്, എത്താൻ കഴിയില്ല എന്ന് പറയുകയും നിങ്ങളുടെ പരിപാടിയുടെ വിജയത്തിനായി എൻ്റെ അടുക്കൽ നിന്നുള്ള പ്രാർത്ഥനയുണ്ടാകുമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ആ ഒരു അധ്യക്ഷ പീഠസ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് ഈ സ്ഥാപനത്തിലെ ബഹുമാന്യനായ സെക്രട്ടറിയും നമ്മുടെയൊക്കെ ആത്മീയ ഗുരുവുമായ പാലുവള്ളി ഉസ്താദ് അവർകളെയാണ്. ഏറെ ബഹുമാനത്തോടെ, ആദരവോടെ, അതിലേറെ ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ ബഹുമാന്യനായ ഉസ്താദ് അവർകളെ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വളരെ ക്ഷീണിതനാണ്, ഒരുപാട് രോഗങ്ങൾക്ക് അഡിക്റ്റാണ് ഇപ്പോൾ ഉസ്താദ്. വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ആണെങ്കിൽ പോലും
ഇന്നലെ ഞങ്ങൾ ഈ സ്റ്റേജും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1 മണി വരെയും നമ്മോടൊപ്പം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ കൂടിയ ഉസ്താദിന് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നന്നായ രീതിയിൽ പരിശ്രമിക്കാൻ, പണിയെടുക്കാനുള്ള നല്ല തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് അവർകളെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ബഹുമാന്യനായ ശൈഖ് ഉസ്താദ് അവർകളെ, ഉസ്താദിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ ആത്മീയ ഒരു പ്രകാശമാണ് ശൈഖ് ഉസ്താദ് എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ആ പ്രയാസം ഉസ്താദിനോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ടെൻഷൻ ആ ഉസ്താദിനോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു കൗൺസിലിംഗ്, അല്ലെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ദുആ ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. ഉസ്താദും വളരെ ക്ഷീണിതനാണ്, പലതരത്തിലുള്ള രോഗത്തിന്റെ പിടിയിലാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് ബഹുമാന്യനായ ഉസ്താദ് അവർകൾക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സദസ്സിലേക്ക് ബഹുമാന്യനായ ഉസ്താദ് അവർകളെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഈ സദസ്സിന്റെ ഔപചാരികമായുള്ള ഉദ്ഘാടനം നടത്താൻ ഏൽക്കുകയും നേരത്തെ തന്നെ നമ്മുടെ ഈ സദസ്സിലെത്തുകയും ചെയ്ത ബഹുമാന്യനായ പാച്ചല്ലൂർ അബ്ദുസലീം ഉസ്താദ് അവർകളാണ്. ഞങ്ങളുടെ നോട്ടീസ് കണ്ടപ്പോൾ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ നാഫിൽ അസോസിയേഷന്റെ പരിപാടിയുടെ ഉദ്ഘാടനം കുറച്ചു കാലമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം പാച്ചല്ലൂർ ഉസ്താദിനെ മാത്രം നിങ്ങൾ ഏൽപ്പിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചൊരു പല സുഹൃത്തുക്കളും ഉണ്ടായി. അതിന് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി, ആ ഉസ്താദ് നമ്മളോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. നമുക്കും ഒരുപാട് ഇഷ്ടമാണ് ഉസ്താദിനോട്, വളരെ ബഹുമാനമാണ്. പക്ഷേ ഞങ്ങൾ കാണിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഒരു ഇഷ്ടവും താല്പര്യവും നമ്മളോടൊപ്പം ബഹുമാന്യരായ ഉസ്താദിനോടൊപ്പം ഈ സ്ഥാപനത്തിനോടും കാണിക്കുന്നത് കാരണമായിട്ടാണ് ഇത്തരത്തിലുള്ളതായ സദസ്സിലേക്ക്, ഞങ്ങളുടെ നാഫിൽ ഹിദായ അസോസിയേഷന്റെ പരിപാടിയിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കുന്നത്. ഉദ്ഘാടനത്തിനായി എത്തിയ ഉസ്താദ് അവർകളെ ഈ സദസ്സിലേക്ക് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് കുറ്റിച്ചൽ ഉസ്താദ് അവർകളെയാണ്. ആദ്യമായിട്ടാണ് നാഫിൽ ഹിദായ അസോസിയേഷൻ ഒരു പരിപാടിക്ക് കുറ്റിച്ചൽ ഉസ്താദിനെ ക്ഷണിക്കുന്നത്. ക്ഷണിച്ചപ്പോൾ മനസ്സിലാക്കി പാച്ചല്ലൂർ ഉസ്താദിനെക്കാളും ഏറ്റവും കൂടുതൽ താല്പര്യം ഞങ്ങളോട്, അല്ലെങ്കിൽ ഇഷ്ടം ഞങ്ങളോട് കുറ്റിച്ചൽ ഉസ്താദിനാണെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സമീപനമായിരുന്നു ഉസ്താദിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഞാൻ കുറ്റിച്ചൽ ഉസ്താദിനെ വിളിക്കുന്നതിന് മുമ്പ് 1-2 വലിയ മഹത് വ്യക്തിത്വങ്ങളെ വിളിച്ചു. അത് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഉസ്താദക്കന്മാരാണ്. അവരെ വിളിച്ചപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ളതായ സമീപനങ്ങളും അതുപോലെ തന്നെ ചില വാക്കുകളും, അവരെ കുറ്റപ്പെടുത്തിയല്ല, അങ്ങനെ പറഞ്ഞ ആ ഒരു വിഷമത്തോടു കൂടി ഉസ്താദിനെ വിളിച്ചപ്പോൾ കിട്ടിയ ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് ഈ പരിപാടിയുടെ വിജയം. ബഹുമാന്യനായ ഉസ്താദ് അവർകളെ ഈ സദസ്സിലേക്ക് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഷാജഹാൻ മൗലവി ഉസ്താദ് അവർകളാണ്. അദ്ദേഹമാണ് വലിയ ഉസ്താദ് അവർകളുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഏറ്റിരിക്കുന്നത്. ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ ഉസ്താദ് അവർകളെയും ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം വളരെ നമ്മുടെ ഈ സദസ്സിന്റെ ഈ സ്റ്റേജിന്റെ അങ്ങറ്റത്തിരിക്കുന്ന മസ്ഊദ് ഉസ്താദ് അവർകൾ വിട്ടുപോയതാണ്. നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഉസ്താദിന്റെ പേരൊക്കെ പറഞ്ഞതാണ് നോട്ടീസിൽ വെക്കുന്നത്. പക്ഷെ നോട്ടീസ് അടിച്ച് വന്നപ്പോൾ ഉസ്താദിന്റെ പേരില്ല. നോട്ടീസ് കണ്ടപ്പോൾ നമ്മളെ പാലുവള്ളി ഉസ്താദ് വിളിച്ചിട്ട്, നിങ്ങൾ ചെയ്ത് വല്ല ചതിയായി പോയോട്ടോ, മസൂദ് എല്ലാ പരിപാടിക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാ മസൂദ് ഉസ്താദ്, ആ ഉസ്താദിന്റെ പേര് ഇതിൽ കണ്ടില്ലല്ലോ എന്ന ഒരു വിഷമം ഉസ്താദ് നിങ്ങളെ അറിയിച്ചു. ഞങ്ങൾ ഉടനെ തന്നെ ഉസ്താദിനെ വിളിച്ചു, കാര്യം പറഞ്ഞു, ഉസ്താദ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം, ഉസ്താദ് ഇവിടെ വരണം. ഉസ്താദ് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തിയ ഉസ്താദ് അവർകളെ ഈ സദസ്സിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സദസ്സിലേക്ക് ഞങ്ങൾ വലിയ ഉസ്താദിന്റെ പേരിൽ ഈ വർഷം മുതൽ ഒരു ഉപഹാരം കൊടുക്കുവാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ. ആ വിഷയം അസോസിയേഷൻ ചർച്ച ചെയ്തപ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വന്ന വ്യക്തിത്വം മുൻ വഖഫ് ബോർഡ് ചെയർമാനും ഇപ്പോഴത്തെ വള്ളക്കടവ് ചീഫ് ഇമാമുമായ അബ്ദുൽ ഗഫാർ ഉസ്താദ് അവർകളെയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനമായുള്ള ബന്ധമെന്ന് പറയുന്നത് ഇതിന്റെ തുടക്കം വളരെ പ്രയാസത്തിലായിരുന്നു.
നാട്ടിലെ പലരും എതിർത്ത് നിന്നപ്പോഴും ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾക്ക് പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ചെയ്ത് നമുക്കിന്ന് പറയുന്നു ബഹുമാന്യരായ ഉസ്താദന്മാർക്ക് പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് ഉസ്താദന്മാരോടൊപ്പം ചേർന്ന് നിന്ന ആ അബ്ദുൽ ഗഫാർ ഉസ്താദ് അവർകളാണ്. അവർകൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ അർഹൻ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ഞങ്ങൾ ഉസ്താദ് അവർകളെ തിരഞ്ഞെടുത്തു. ഈ സദസ്സിൽ വെച്ച് ആ ഉസ്താദ് അവർകൾക്ക് ഈ പുരസ്കാരം ഞങ്ങൾ സമ്മാനിക്കുകയാണ്. പക്ഷേ ഉസ്താദിന് ശാരീരികമായ ഒരു പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അതില്ല, ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യം പാച്ചല്ലൂർ ഉസ്താദ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ആ ഉസ്താദിന് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനും പരിപൂർണ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സദസ്സിലിരിക്കുന്നതായ ബഹുമാന്യരായ ഉസ്താദന്മാർ അബ്ദുൽ ഹാദി ഉസ്താദ് അവർകൾ പൂവച്ചൽ ഇമാം അവർകളാണ്. അദ്ദേഹത്തെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാഫിഈങ്ങളായ നിസാം മൗലവി, നൗഷാദ് മൗലവി, അൻസർ മൗലവി, സിദ്ദീഖ് മൗലവി അടക്കം ഒരുപാട് ഉസ്താദന്മാർ നമ്മുടെ പിന്നിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ എല്ലാവരെയും സമയക്കുറവ് കൊണ്ട് ഓരോരുത്തരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നില്ല. എല്ലാവരെയും ഇതിൻ്റെ വിശിഷ്ട വ്യക്തികളെ ഓരോരുത്തരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് നമ്മുടെ പരിപാടിയുടെ വിജയമെന്ന് പറയുന്നത്, ഇതുവരെയുള്ള നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ വിജയമെന്ന് പറയുന്നത് നാഫിഉൽ ഹിദായ അസോസിയേഷൻ്റെ ഗൾഫ് നാടുകൾ നിൽക്കുന്നതായ അസോസിയേഷൻ്റെ പ്രതിനിധികളാണ്. അവരെ നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവർ ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവരോട് എനിക്ക് പറയുവാനുള്ളത്, ഞങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഓരോ പരിപാടിയുടെയും വിജയം. നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടേതായ ഈ സൗഹൃദങ്ങളെ, ഈ ബന്ധങ്ങളെ നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയതായ ബഹുമാന്യനായ വലിയ ഉസ്താദ് അവരുടെ കുടുംബക്കാർ, അതുപോലെ തന്നെ നമ്മുടെ നാഫിഉൽ ഹിദായ അസോസിയേഷൻ അംഗങ്ങളുടെ കുടുംബക്കാർ, നാട്ടുകാർ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ ഒക്കെ എല്ലാവരെയും ഹാർദമായി സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന സെഷനിൽ നല്ലതായ ഒരു ക്ലാസ് ഇവിടെ നടത്തിയ ബഹുമാന്യനായ സിറാജുദ്ദീൻ ഉസ്താദ് അവർ, എൻ്റെയും കൂടി ഉസ്താദാണ് അദ്ദേഹത്തെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.